CPI വകുപ്പിനെതിരെ സമരവുമായി SFI. കാർഷിക സർവകലാശാല ഫീസ് വർധന ഉയർത്തിക്കാട്ടിയാണ് SFIയുടെ സമരം. SFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പങ്കെടുത്ത് ഇന്ന് കാർഷിക സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തും. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ AISF, AIYF സമരം ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് SFI കൃഷി വകുപ്പിനെതിരായ സമരം തുടങ്ങുന്നത്. തൃശൂരിൽ നിന്ന് സാനു കെ സജീവ് ചേരുന്നു. സാനു, ഈ കാർഷിക സർവകലാശാല ഫീസ് വർധനവ് നടത്തിയിട്ട് കുറച്ച് നാളുകളായി. ഇതിൽ മനംനൊന്ത് ഒരു വിദ്യാർത്ഥി പഠനം തന്നെ ഉപേക്ഷിച്ച് മനോവിഷമം സമൂഹ മാധ്യമത്തിൽ അടക്കം ഇട്ടത് പൊതുജന ശ്രദ്ധ ആകർഷിച്ചൊരു കാര്യവുമായിരുന്നു. അന്നൊന്നും ഈ സമരത്തിന് SFI മുതിർന്നില്ല. ഇപ്പോൾ നിലവിൽ CPIക്കെതിരെയുള്ളൊരു രാഷ്ട്രീയ വെല്ലുവിളിയായി തന്നെയല്ലേ SFI കാർഷിക സർവകലാശാല ഫീസ് വർധന ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഈ സമരം നടത്തുന്നത്? ഇതിന് പിന്നിലുള്ള ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമാണല്ലോ. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ AISFന്റെയും AIYFന്റെയും പ്രതിഷേധത്തിനിടയിലല്ലേ ഇത്തരത്തിലുള്ള ഈ SFI സമര പ്രഹസനം കൂടി? തീർച്ചയായിട്ടും രോഹിണി, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് AIYFും അതേപോലെ AISF അടക്കമുള്ള സംഘടനകൾ സെക്രട്ടേറിയറ്റിലേക്കും ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കുമെതിരെ വലിയ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങിയിരുന്നു. ആ സമരത്തിന്റെ തുടർച്ചയെന്നോണം തിരിച്ചടി നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ തന്നെ ഒരു ചേരിപ്പോരുണ്ടാവുകയും ഒപ്പം തന്നെ AIYF അടക്കമുള്ള സംഘടനകൾ സംസ്ഥാന സർക്കാരിനും CPMനുമെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. തുടർന്നാണ് SFIയുടെ ഭാഗത്ത് നിന്ന് CPIയുടെ വകുപ്പിനെതിരെ കാർഷിക സർവകലാശാലയിലേക്ക് ഒരു മാർച്ച് നടത്തിക്കൊണ്ട് അതിനൊരു തിരിച്ചടി എന്നോണം ഇന്ന് അവിടെ ഒരു പരിപാടി നടക്കുന്നത്. 12:30-ക്കാണ് SFIയുടെ നേതൃത്വത്തിൽ മാർച്ച് വെച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റ് അടക്കം പങ്കെടുക്കുന്ന മാർച്ചിൽ സംഘർഷ സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഈ കാർഷിക സർവകലാശാലയിൽ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസങ്ങൾക്ക് മുൻപേ SFIയുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലയിലേക്ക് മാർച്ചൊക്കെ നടത്തിയിരുന്നു. അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ കലാശിക്കുകയും തുടർന്ന് ഈ ഫീസ് വർധനവിനുള്ള അത്തരത്തിലുള്ള ഒരു നീക്കം ഈ കാർഷിക സർവകലാശാല തന്നെ ആ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അടുത്തിടെ ഉണ്ടായിരിക്കുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ AIYFന്റെയൊക്കെ നേതൃത്വത്തിൽ AISFന്റെയൊക്കെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു നീക്കങ്ങൾക്ക് തടയിടുക അല്ലെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് SFIയുടെ സംസ്ഥാന നേതൃത്വത്തിലെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മാർച്ച് കാർഷിക സർവകലാശാലയിലേക്ക് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് CPI വകുപ്പിനെ തന്നെയാണ്, കാർഷിക വകുപ്പിനെ തന്നെയാണ്. ഒപ്പം തന്നെ CPIക്ക് ഒരു കൃത്യമായിട്ടൊരു നിർദ്ദേശം കൊടുക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഇനിയും സമരവുമായിട്ട് AIYFോ AISFോ അല്ലെങ്കിൽ CPIയുടെ നിലപാടുണ്ടായാൽ പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം അല്ലെങ്കിൽ CPI വകുപ്പ് മന്ത്രിമാരുടെ ഓഫീസുകളിലേക്ക് അടക്കം നടത്തുമെന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. അതിനൊരു സൂചന നൽകുന്നതിന് വേണ്ടി കൂടിയാണ് കാർഷിക സർവകലാശാലയിലേക്ക് SFI ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.